597 ഫീറ്റ്. കാണിച്ചോളൂ. ആളുകളൊക്കെ ഭയങ്കര ദുരിതം പിടിച്ച് പൊക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റിന്റെ ഏറ്റവും താഴത്തെ ടിപ്പിലാണ്. മനസ്സിലാവും എത്രത്തോളം ഉയരമാണ് ഈ സ്റ്റാച്യു. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഒരു വർഷത്തിന് ശേഷം നമ്മൾ നല്ലൊരു അടിപൊളി ട്രാവൽ വ്ളോഗായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നെവിടെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്യുവിന് മുമ്പിലാണ്. അതെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പം നമ്മളിവിടെ എൻ്റെ ഒരു കസിനുണ്ട്, പിന്നെ ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഒരു 10-11 പേരുണ്ട്. ഞങ്ങൾ 2 കാറിലായിട്ടാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പം പോകുന്ന വഴിയിലെ കുറച്ച് വിഷ്വൽസ് മാത്രം കാണിച്ചിട്ട് നേരെ നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലെ കാഴ്ചകളിലേക്ക് നേരെ പോകാം. ഓക്കെ, പോവാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ വിശാലമായ പാർക്കിംഗ് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പം വണ്ടി ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തു. നമ്മുടെ റിലേറ്റീവ്സൊക്കെ അവിടെ ടിക്കറ്റും എല്ലാമായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈനിൽ തന്നെ സൈറ്റ് വഴി എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ വീഡിയോയുടെ ഇടയ്ക്കോ ലാസ്റ്റോ എവിടെയെങ്കിലും ആയിട്ട് കാണിച്ചു തരാം. സൈറ്റ് എങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് പാർക്കിംഗ് ഒന്ന് കാണിച്ച്. അപ്പം നമുക്ക് ഇവിടെ പാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് സ്റ്റാച്യു വരെ പോകാൻ പറ്റത്തില്ല. അതിന് വരെ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടുന്ന് ഇവരുടെ GSRTC ബസ്സുണ്ട്, സ്റ്റാച്യുവിലേക്ക് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ബസ്സുണ്ട്, അല്ലെങ്കിൽ ഷീ ഓട്ടോസ് ഉണ്ട്. ഒരുപാട് പെണ്ണുങ്ങൾ ഓടിക്കുന്ന ഷീ ഓട്ടോറിക്ഷ ഉണ്ട്. ഇതിലേതെങ്കിലും കയറി വേണം നമ്മൾ സ്റ്റാച്യുവിൻ്റെ അടുത്ത് എത്താൻ. ബാക്കി അവിടെ ചെന്നിട്ട് കാഴ്ചകൾ കാണാം. വാ. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് ഓൾറെഡി ഉണ്ട്. ഇവിടെ കാണിക്കണം എന്തോന്ന് വെച്ചാൽ നോക്കിയിട്ട് പറയാം. Hello. Welcome to Shrestha Bharat Bhavan. Yes. Statue of Unity. चलिए स्टैच्यू ऑफ यूनिटी के लिए यहाँ पे उतरना है. നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ തന്നെ അവർ അറേഞ്ച് ചെയ്യുന്ന ടൂറിസം ബസ്സുണ്ട്. അപ്പോൾ ബസ്സിൽ വന്ന് നേരെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഓക്കെ
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ടിക്കറ്റും കാര്യങ്ങളൊന്നും എടുക്കുന്നു വേണ്ട, കാരണം ഓൺലൈനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബസ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ബസ്സും ഷിയോട്ടോയും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം അതിലൊരു ബസ്സിൽ കയറിയിട്ട് നമ്മൾ നേരെ ബസ് സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ബസ് സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് കയറാൻ നേരത്ത് നമ്മൾ നമ്മുടെ ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തത് ഫോണിൽ കാണിച്ചിട്ടാണ് എല്ലാവരും അകത്ത് കയറുന്നത്. എന്നിട്ട് നമുക്ക് സ്റ്റാച്യുവിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഓക്കെ, അപ്പം നമുക്കിവിടെ സ്റ്റാച്യുവിലോട്ട് പോകുന്ന വഴിയിലായിട്ട് വഴിയോര കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് CISFൻ്റെ ആൾക്കാർ ടിക്കറ്റ് ചെക്ക് ചെയ്യും. ടിക്കറ്റ് നമ്മൾ കാണിച്ചു. നമ്മൾ 11 പേരുണ്ട്, മൊത്തം 11 പേര് നമ്മൾ എൻ്റർ ചെയ്യുവാണ്. ഇനി നമുക്ക് ആദ്യമേ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ആർട്ട് ഗാലറി ഉണ്ട്. ആർട്ട് ഗാലറിയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 to 4 ആണ് ടൈം സ്ലോട്ട് തന്നേക്കുന്നത് ഉച്ചയ്ക്ക്. അപ്പോൾ 4 മണിക്കകത്ത് നമുക്ക് അകത്ത് കയറണം. ആർട്ട് ഗാലറി കണ്ടിട്ട് വേണം നമുക്ക് ബാക്കി സ്റ്റാച്യു മൊത്തം കാണാൻ. എനിക്ക് സ്റ്റാച്യുവിൻ്റെ താഴെ ഇവിടെ തന്നെയാണ് ആർട്ട് ഗാലറി. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇന്ന് നല്ല തിരക്കുള്ളൊരു സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. എനിക്കൊന്ന് ഏതോ സ്കൂളും കോളേജിലൊക്കെ പിള്ളേരുണ്ട്. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഏതാണ്ട് സമയം 3:30 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് 4 മണിക്കകത്ത് ആർട്ട് ഗാലറിക്കകത്ത് കയറണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ടൈം സ്ലോട്ട് തീരും. അതുകൊണ്ട് ഇച്ചിരി ധൃതി പിടിച്ച് പോവാണ്. അപ്പോൾ ഗൈസ്, അതാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്യു, 597 ഫീറ്റ്. കാണിച്ചു കൊടുക്കും. നമുക്ക് ക്യാമറ വിഷ്വൽസിൽ ഒരിക്കലും ഇതിൻ്റെ ഉയരം നിങ്ങൾക്ക് മനസ്സിലാവില്ല. 597 ഫീറ്റ് ഉണ്ട്. നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയൊക്കെ എത്രയോ ഇരട്ടി വലുതാണെന്നറിയോ? അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നർമ്മദ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ ഡാം എന്ന് പറയുന്ന ഡാമിന് അഭിമുഖമായിട്ട് അതിന് ഓപ്പോസിറ്റ് ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു പ്രതിമ ഇവരിവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ നർമ്മദ നദി. അങ്ങോട്ടാണ് സരോവർ ഡാമൊക്കെ വരുന്നത്. അപ്പോൾ ഗൈസ്, ഇവിടെ ചെയ്തിരിക്കുന്ന സെറ്റപ്പൊക്കെ സമ്മതിച്ചു കൊടുക്കണോ? നല്ല ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെ ചേർന്നിട്ടുണ്ട്. ഇത് തുടങ്ങിയ സമയത്ത് പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെ അപേക്ഷിച്ച് ഓരോ ദിവസവും ഇവിടെ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. കാരണം മൊത്തത്തിലുള്ള സെറ്റപ്പ് ഒരു ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ സെറ്റപ്പും. നമ്മൾ ആ വരുന്ന വഴിയിലെ കുറച്ച് വിഷ്വൽസൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് ഏരിയ CISFൻ്റെ പ്രൊട്ടക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ വേറെ ഉടായ്പും കാര്യങ്ങളും ഒന്നും ചെയ്യാമെന്ന് ആരും വിചാരിക്കരുത്. ഇപ്പോൾ നമ്മളൊരു എസ്കലേറ്ററിൽ നിന്ന് പോവുകയാണ് അകത്തോട്ട്. അപ്പോൾ ഇവിടെ ഒരുപാടധികം ആളുകൾ ടൂറിസ്റ്റുകളായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിവിധ ടൈം സ്ലോട്ടുകളിലായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന സൈറ്റിൽ നിന്ന്. അപ്പം നമ്മുടെ ടൈം സ്ലോട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൺട്രോൾഡ് ആയിട്ടുള്ള ആളുകളായിട്ടായിരിക്കും ഓരോ ഗാലറിയിലാണെങ്കിലും ഓരോ അടുത്തും നമ്മൾ കയറുന്നത്. ടിക്കറ്റും പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ ആ സൈറ്റിൻ്റെ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ ആരാണ് സർദാർ വല്ലഭായ് പട്ടേലിൽ നിന്നും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യക്കാരുടെ അടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ആദ്യത്തെ ഹോം മിനിസ്റ്ററാണ്, ആദ്യത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുമാണ്. ശരിക്കും പ്രൈം മിനിസ്റ്റർ ആവേണ്ട ആളായിരുന്നു എന്ന് വരെ പറയുന്നുണ്ട്. ആളുകളൊക്കെ ഭയങ്കര ധൃതി പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ ഗുജറാത്തീസ് മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളും വരുന്നുണ്ട്. World's tallest statue, 597 feet. അപ്പോൾ ഗൈസ്, നമ്മൾ കറക്റ്റ് ടൈം സ്ലോട്ടിൽ തന്നെ വ്യൂവും ഗാലറിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നിങ്ങൾ നോക്കൂ. ഏതാണ്ട് സ്റ്റാച്യുവിൻ്റെ ഒരു നെഞ്ച് ഭാഗത്തൊക്കെ ആയിട്ടാണ്
ഈ ഒരു വ്യൂയിങ് ഗാലറി. ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് സരോവർ ഡാമിൻ്റെ വിഷ്വൽസ് കിട്ടും. മനസ്സിലായി. നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിൻ്റെ ബിൽഡ് ചെയ്തേക്കുന്ന സ്ട്രക്ചർ, അയൺ വെച്ചിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതുപോലുള്ള എത്രയോ അധികം കമ്പികളും മറ്റു സാധനങ്ങളും എല്ലാം വെച്ചാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ പണിഞ്ഞിരിക്കുന്നത്. അത്രത്തോളം സ്ട്രോങ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കാരണവശാലും ഇടിഞ്ഞ് വീഴരുത് എന്നുള്ള രീതിയിൽ തന്നെ അത്ര സ്ട്രോങ് ആയിട്ടാണ് ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം പണിഞ്ഞിരിക്കുന്നത്. അതെല്ലാം കാണാനായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടൊരു ഏരിയ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കടന്നു വന്ന ആ ഒരു റോഡിൻ്റെ ഭംഗിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അതുവഴിയാണ് നമ്മൾ കറങ്ങി ബസ്സിൽ പാർക്കിംഗ് വരെ എത്തിയത്. ഈ കാണുന്നത് നർമ്മദ നദിയാണ്. അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ഒരു ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കാണിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ കാണാം. ഇത്രയധികം ഇരുമ്പ് വെച്ചിട്ടാണ്. എന്താണിത്? 150 ചാനൽ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ്. ഓക്കെ. അപ്പോൾ ഇതേപോലുള്ള സ്ട്രോങ് സ്ട്രക്ചറൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റാച്യു നിലനിൽക്കുന്നത്. ഇതിനകത്തെല്ലാം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താണ്. ഇച്ചിരി ഒരു ഡാർക്ക് ഏരിയ ആണ്, പക്ഷേ ഇങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രക്ചർ കാണാം. അപ്പോൾ ഗൈസ്, സ്റ്റാച്യുയെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞേ. സ്റ്റാച്യു അടിപൊളി സ്റ്റാച്യു. അത് പറയാനുണ്ടായിരുന്നു. അവിടെ പോയി ഓക്കെ ഒന്നുകൂടെ. അല്ല, അത് കറക്റ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ഇവിടെ വന്ന ടൂറിസ്റ്റുകൾക്ക് ക്യാമറ എടുത്ത് കൊടുക്കുകയാണ്. ക്യാമറമാൻ നൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ വ്യൂയിങ് ഗാലറി കയറിയാണ് ആ ഒരു വ്യൂ കണ്ടത്. ഏതാണ്ട് പ്രതിമയുടെ ഈ ഒരു ഭാഗത്താണത്. അവിടെ നമ്മൾ ഡാമും കാര്യങ്ങളൊക്കെ കണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൈം സ്ലോട്ടിൽ പെടുന്നതാണ്. നമ്മൾ ആർട്ട് ഗാലറി കാണാനായിട്ടുള്ള ടിക്കറ്റും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പറഞ്ഞാൽ പ്രതിമയുടെ ഏതാണ്ടൊരു താഴ്വ, ഒരു ബേസ് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന് മുകളിലാണ് പ്രതിമയുടെ സ്ട്രക്ചർ പോയേക്കുന്നത്. അത് നമുക്ക് കയറാം. മേളിൽ കയറുമ്പോൾ ആ ഒരു സ്റ്റാച്യുവിൻ്റെ കാലിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് നിൽക്കാം. ഇപ്പം ജസ്റ്റ് ഇവിടുത്തെ ആർട്ട് ഗാലറിയിലെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ എല്ലാം നമ്മുടെ പഴയ ഫ്രീഡം ഫൈറ്റേഴ്സിനെയും വലിയ വലിയ ആളുകളുടെയും കാര്യങ്ങളൊക്കെ കാണാം. യുണൈറ്റ് ആൻഡ് യു വിൽ നോട്ട് ഹാവ് ടു ഫൈറ്റ്. ഇത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ സാറിൻ്റെ ഒരു കോട്ടാണ്. ഇതെല്ലാം നമ്മൾ ശരിക്കും സല്യൂട്ട് കൊടുക്കേണ്ട ഫ്രീഡം ഫൈറ്റേഴ്സാണ്.
ഇവിടെ എന്തോ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നടക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറുന്നു. स्वतंत्र, सशक्त और संयुक्त भारत के लिए एक स्पष्ट सोच थी। गुजरात के खेड़ा जनपद के नाडियाड में 31 अक्टूबर पूरे 4 वर्षों 1946 से 1950 तक लगातार बिना थके काम किया और एक संगठित राष्ट्र के विशाल लक्ष्य के लिए प्रतिबद्ध होकर सरदार पटेल ने 1950 में अपनी अंतिम श्वास ली और राष्ट्र अपने सरदार के निधन पर शोक में डूब गया। ഇവിടെ എല്ലാം ഇതുപോലുള്ള കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്തോ ബട്ടർഫ്ലൈയും അങ്ങനെ കുറച്ച് മൃഗങ്ങളുടെയൊക്കെ എന്തോ ഡീറ്റെയിൽസ് ചെയ്തൊരു ഗാലറിയാണ്. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിനെ ഉരുക്ക് മനുഷ്യൻ ഇന്ത്യയുടെ, അതുപോലെ തന്നെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വേറൊരു പേരിലും അറിയപ്പെടും, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നും അറിയപ്പെടും. ഇനി ആരാണ് ഈ ബിസ്മാർക്ക് എന്ന് നിങ്ങൾക്കറിയോ? ഓട്ടോമൻ ബിസ്മാർക്കാണ്. നമ്മുടെ ഈ ജർമ്മൻ എംപയർ ഇങ്ങനെ പലതായിട്ട് എന്താണ് വേർതിരിഞ്ഞ് കിടന്ന സമയത്ത് അത് യുണൈറ്റ് ചെയ്തൊരു എംപയറാക്കി മാറ്റിയ ആളാണ് ഈ ഓട്ടോമൻ ബിസ്മാർക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ ഇതുപോലെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അറിയാമല്ലോ, നമ്മുടെ പാകിസ്ഥാൻ വേർതിരിഞ്ഞതും ആ സമയത്ത് പല സ്റ്റേറ്റുകളും ഇതുപോലെ സ്വന്തമായിട്ട് അവർക്ക് രാജ്യം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് വേർതിരിഞ്ഞ് നിന്ന സമയത്ത് നമ്മുടെ അയൺ മാൻ, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ് അത് പറ്റത്തില്ലെന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്ത് എല്ലാവരെയും പ്രശ്നക്കാരെ എല്ലാം അടിച്ച് നിരത്തിയും ബാക്കിയുള്ളവരെല്ലാം ഒരുമിപ്പിച്ച് ഇന്ത്യ, ഭാരത് ആ ഒരു ഏകത ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിനെ ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ എന്നും അറിയപ്പെടുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി ഇൻഫർമേഷൻ ഷെയർ ചെയ്തതാണ്. എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ PSC പഠിച്ചാട്ടോ, പഴയൊരു PSC സ്റ്റുഡൻറ്റ്. അങ്ങനെ PSC ഒക്കെ പഠിച്ചുകൊണ്ട് എന്തായാലും ഗവൺമെൻറ് ജോലിയൊന്നും കിട്ടിയിട്ടില്ല. കാണുന്ന ആ ഒരു കാഴ്ച, ആ കാണുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് സൂം ചെയ്യാൻ പറ്റത്തില്ല. അവിടെ കാണുന്നതാണ് സർദാർ സരോവർ ഡാം. ആ ഡാമിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ പ്രതിമ അങ്ങോട്ട് നോക്കി നിൽക്കുന്ന രീതിയിലാണ് സർദാർ സാറിൻ്റെ പ്രതിമ പണിഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇതാണ് നർമ്മദാ നദി. കറക്റ്റ് നമ്മുടെ പട്ടേൽ സ്റ്റാച്ചു ചെരുപ്പിൻ്റെ ഒരു അറ്റത്താണ് നിൽക്കുന്നത്. ചെരുപ്പിൻ്റെ ഏറ്റവും താഴത്തെ ടിപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉയരമാണ് ഈ സ്റ്റാച്ചു എന്നുള്ളത്. ശരിക്കും പുള്ളിയുടെ സ്റ്റാച്ചുവിൻ്റെ ആ ഒരു വിരലിൻ്റെ അറ്റത്ത് പോലും നമ്മൾ എത്തുന്നില്ല, അത്രയും ചെറുതാണ് നമ്മൾ. എത്രത്തോളം ഉയരത്തിലാണ് ഈ സ്റ്റാച്ചു നിൽക്കുന്നതിനുള്ളതിനുള്ളൊരു എക്സാമ്പിളാണ്. ചെരുപ്പിൻ്റെ ആ ഒരു അറ്റത്താണ് നമ്മുടെ തല എത്തുന്നത്. കാലൊക്കെ കാണിച്ചു കൊടുക്കുക, ആ ഒരു വിരളൊക്കെ എന്ന് പറഞ്ഞാൽ പൊക്കത്തിലാണ്. ഇതാണ് നമ്മുടെ സ്റ്റാച്ചുവിൻ്റെ ബാക്ക് സൈഡിൻ്റെ വ്യൂ ആണ്. എന്താണ് എല്ലാവരും പരിപാടി? ഇത് നമ്മുടെ അപ്പോൾ സ്റ്റാച്ചുവിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് www.souutickets.in എന്ന് പറഞ്ഞ് ഈ കാണിച്ചിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്യുക. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ അകത്ത് SOU എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാം. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ടിക്കറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് സരോവർ ഡാം വ്യൂ പോയിന്റ് കാണാം, ബസ് സർവീസ് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ദിസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് വ്യൂയിങ് ഗാലറി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. വ്യൂയിങ് ഗാലറി കയറണമെങ്കിൽ നിങ്ങൾ ഈ രണ്ടാമത് കൊടുത്തേക്കുന്ന
അതാണ് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടുന്നത്. ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോർമലായിട്ട് വിസിറ്റിന് പോകുന്നവരാണെങ്കിൽ SOU വ്യൂയിങ് ഗാലറി ഈ സംഭവത്തിലുള്ള ബുക്ക് ടിക്കറ്റാണ് ചെയ്യേണ്ടുന്നത്. എല്ലാ ദിവസവും രാവിലെ 8 മണി തൊട്ട് 6 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. അപ്പം ഇത് ബുക്ക് ചെയ്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യൂയിങ് ഗാലറി ഞങ്ങൾ കയറിയ ആ പ്രതിമയുടെ നെഞ്ച് ഭാഗത്ത് കയറി നിന്ന് നിങ്ങൾക്ക് വ്യൂ പോയിന്റ് ആസ്വദിക്കാം. ബാക്കിയുള്ള എൻട്രി ടിക്കറ്റും ബസ് സർവീസും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട. പ്രൊജക്ഷൻ മാപ്പിങ്ങും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ആദ്യത്തേൻ്റെ അത് പ്രൊജക്ഷൻ മാപ്പിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ടാമത്തത് ഇത് തന്നെ ബുക്ക് ചെയ്യുക. അതാകുമ്പോൾ പ്രൊജക്ഷൻ മാപ്പിംഗ് ഉണ്ട്. ഈ പ്രൊജക്ഷൻ മാപ്പിംഗ് തന്നെ 3 സ്ഥലത്ത് കാണാം. SOU ക്യാമ്പസിൽ പോയി ഇരുന്ന് കാണാം, ബസ് ബേയിൽ ഇരുന്ന് കാണാം, ഹെലിപാഡിൽ ഇരുന്ന് കാണാം. ഇങ്ങനെ 3 സ്ഥലമുണ്ട്. ഞാൻ SOU ക്യാമ്പസ് ആണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കും. അപ്പം SOU ക്യാമ്പസ് സെലക്ട് ചെയ്യുക പ്രൊജക്ഷൻ മാപ്പിങ്ങിന്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളിരുന്ന് ക്ലോസ് റേഞ്ചിൽ ഇരുന്ന് കാണാൻ പറ്റും. പിന്നെ ബസ് ബേയിലൊന്നും ഇരുന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ദൂരെയായിരിക്കും, ഓഡിയോ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ജംഗിൾ സഫാരി, ഏകത ക്രൂസ്, അങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പല തലത്തിലുള്ള പ്ലാനുകളുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയാൽ മതി. ഇതൊക്കെ 2-3 ദിവസമൊക്കെ അവിടെ സ്റ്റേ ചെയ്ത് നിന്ന് കാണണമെന്നുള്ളവർക്കുള്ള പല ആക്ടിവിറ്റീസാണ്. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരുപാട് ബോട്ട് റൈഡുകളും ക്രൂസ് ഷിപ്പിലുള്ള റൈഡിങ്ങും അങ്ങനെ പല അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത പ്രോസസ്സ് എല്ലാം നിങ്ങളെ കാണിക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ആ സൈറ്റിൽ ഒരു അക്കൗണ്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതി. അതിനുശേഷം ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള നോർമൽ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. പേയ്മെൻറ്റും ചെയ്യാനുള്ള പ്രൊസീജിയറേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ടിക്കറ്റാണ് കിട്ടുന്നത് വിത്ത് QR കോഡ്. എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ QR കോഡ് അവർ സ്കാൻ ചെയ്തോളും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം നിങ്ങൾക്ക് ഒരുമിച്ച് 7 പേരുടെ ടിക്കറ്റ് കണ്ടേ ബുക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു 10-12 പേരുണ്ടെങ്കിൽ ആദ്യം ഒരു 7 പേരുടെ ബുക്ക് ചെയ്തിട്ട് വീണ്ടും ആ സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് വീണ്ടും ആ സെയിം മൊബൈൽ നമ്പറിൽ തന്നെ ലോഗിൻ ചെയ്തിട്ട് ബാക്കിയുള്ള 5 പേരുടെ നിങ്ങൾ വീണ്ടും ബുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ 2 ആയിട്ട് ബുക്ക് ചെയ്യണമെന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ബാക്കി അകത്ത് കയറാനുള്ള റൂൾസും എന്തൊക്കെ കൊണ്ടുവന്നുകൂടാ എന്നുള്ള കാര്യങ്ങളൊക്കെ ടിക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. വെറും 380 രൂപയാണ് ഈ പറഞ്ഞ വ്യൂയിങ് ഗാലറിയിൽ ഉൾപ്പെടെ കയറുന്ന ആ ടിക്കറ്റിന് പ്രൈസ് ആവുന്നത് ഒരു അഡൾട്ടിന്. അഡൾട്ട് അല്ലാത്തവർക്ക് അതിൽ നിന്ന് റിഡക്ഷൻ കാണും. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബുക്ക് ചെയ്യുക, പോയി എൻജോയ് ചെയ്യുക. അങ്ങനെ ഗൈസ് ഞങ്ങൾ പ്രൊജക്ഷൻ മാപ്പിംഗ് കാണാനിരിക്കുകയാണ്. അതായത് സ്റ്റാച്യുവിലോട്ട് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് സർദാർ വല്ലഭായ് സാറിൻ്റെ സ്റ്റോറി പറയുന്നതാണ് സംഭവം. അതോടെ തന്നെ സ്റ്റാർട്ടാവും. നോറച്ചുണ്ട് കാണാനായിട്ട്. भाई पटेल नाम कहलाता था सरदार। से अंग्रेज डर कर कांपने लगे। 1930 के नमक सत्याग्रह और दांडी कूच में वो बापू से भी पहले गिरफ्तार किए, फिर उन्हें बापू के साथ ही जेल में 2 सालों के लिए डाल दिया गया। वहां अपनी स्थानिक सरकारें बनाई। भारत में बदलने वाले सरदार पटेल को समर्पित प्रेरणा तीर्थ भी है। प्रधानमंत्री श्री नरेंद्र मोदी के नेतृत्व में बनी विश्व की इस विशालतम प्रतिमा के सामने आकर सारी दुनिया जैसे स्वयं की भव्य स्मारक के मेट्रिक टन स्ट्रक्चरल स्टील और 1700 मेट्रिक टन ब्रॉन्ज। वाओ, भारत की नई पहचान। स्टैच्यू ऑफ यूनिटी विश्व की सबसे അടുത്ത 100 വർഷം ഒരു കുഴപ്പമില്ലാതെ ഈ പ്രതിമ ഇതേപോലെ ഇരിക്കും. ഈ പ്രതിമ കൊണ്ട് राज्य अनेक, राष्ट्र एक, पंथ अनेक, लक्ष्य एक, बोली अनेक, स्वर एक।
रंग अनेक, तिरंगा एक, समाज अनेक, भारत एक, रिवाज अनेक, संस्कार एक, योजना अनेक, मकसद एक, कार्य अनेक, संकल्प एक, राह अनेक, मंजिल एक, पहनावा अनेक, सीमा एक, चेहरे अनेक, मुस्कान एक। ये एकता का संदेश लेकर के हम चले। और भाइयों बहनों, ये भारत की विशेषता है, विविधता में एकता। यही भारत की विशेषता है।